നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. UDF നാട്ടിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നടത്തിയ പൊതുയോഗം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. പൂനെയിൽ നടന്ന വാക്കോ ഇന്ത്യ നാഷണൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് ചരിത്ര നേട്ടം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ചൂടിൽ നാട്. എല്ലായിടത്തും പ്രചരണം ശക്തമായി. വാർത്തകൾ വിശദമായി. നരേന്ദ്രമോദിയും പിണറായി വിജയനും നടത്തുന്ന വിശുദ്ധ ബാന്ധവത്തിന്റെയും കൂട്ടുകെട്ടിന്റെയും തദ്ദേശ തെരഞ്ഞെടുപ്പ് മാതൃക നാട്ടികയിൽ നടക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടും CPM പഞ്ചായത്ത് ഭരണസമിതി BJPയുമായി ചേർന്ന് അധികാരം പങ്കിട്ടു. തെരഞ്ഞെടുപ്പ് സമയത്തും ക്രോസ് വോട്ട് ചെയ്ത് പരസ്പര ധാരണ ഉണ്ടാക്കിയാണ് CPMും BJPയും നാട്ടികയിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉള്ളതെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് പിണറായിയുടെ സർക്കാർ. ഇപ്പോൾ പരിപാവനവും പവിത്രവുമായ ശബരിമല ധർമ്മശാസ്താവിന്റെ ശ്രീകോവിലിലെ കഥകും കട്ടളപ്പടിയും ദ്വാരപാലക ശില്പം വരെ കൊള്ളയടിച്ച കൊള്ളക്കാർക്ക് കൊട പിടിച്ചു കൊടുത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. കേരളം അമ്പരന്ന് നിൽക്കുക. ഒരു ഗവൺമെന്റ്, ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ കോടിക്കണക്കിന് ജനങ്ങൾ വിശ്വസിക്കുന്ന ശബരിമലയിലെ സ്വർണം കൊള്ളയടിക്കാൻ ഒരു സർക്കാർ കൂട്ടുനിന്നു. ആ സർക്കാരിന്റെ, ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരായ 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, അവർ മോഷണ കുറ്റത്തിന് ജയിലില്ല. ആലോചിക്കണം, വെറും മോഷണമല്ല, അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചതിന്, ദ്വാരപാലക ശില്പം വിറ്റതിന് കോടതിയില്ല. ഈ വിവരം ആദ്യം പുറത്തു വന്നപ്പോൾ എന്താ ഇവര് പറഞ്ഞത്? ഏതോ ഒരു പോറ്റി ചെയ്താണ്. അന്ന് പ്രതിപക്ഷം ഒരു വാചകം പറഞ്ഞു, ഇതേതോ ഒരു പോറ്റി മാത്രം ചെയ്തതല്ല. നാട്ടികയിലെ ജനാധിപത്യ ബോധം ആ അവിശുദ്ധ ബാന്ധവത്തെ തൂത്തെറിയുമെന്നും VD സതീശൻ പറഞ്ഞു. UDF നാട്ടിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നടത്തിയ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. അനിൽ പുളിക്കനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, ഒരു വിസ്മയമായ പൊതുപ്രവർത്തകനാണ് അനിൽ പുളിക്കൻ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി, സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തി. ഞാൻ അനിൽ പുളിക്കൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ സാമൂഹ്യക്ഷേമ സംഘം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരാളാണ്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് ആറ്റുപറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ അനിൽ പുളിക്കൽ, അഡ്വക്കേറ്റ് AT നേന, ഷൈജു സായിറാം, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, KPCC സെക്രട്ടറി ജോസ് വള്ളൂർ, മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം KA ഹാറൂൺ റഷീദ്, KPCC സെക്രട്ടറി KV ദാസൻ, സുനിൽ അന്തിക്കാട്ട്, രാജേന്ദ്രൻ അരങ്ങത്ത്, K ദിലീപ് കുമാർ, VR വിജയൻ, ശോഭ സുബിൻ, PI ഷൗക്കത്ത് അലി, PM സിദ്ദിഖ്, KA കബീർ, KA ഷൗക്കത്ത് അലി എന്നിവർ സംസാരിച്ചു. CPM BJP അവിശുദ്ധ കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ച് ഇടതുമുന്നണിയിലെ NCP സംഘടനാ ചുമതലയുള്ള ജില്ലാ ജനറൽ സെക്രട്ടറി PSP നസീർ ഇടതുബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേർന്നു. VD സതീശൻ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. NCP മൈനോരിറ്റി ജില്ലാ ചെയർമാനായിരുന്നു PSP നസീർ. UDF അന്തിക്കാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യഘട്ടത്തിൽ തന്നെ കരുത്ത് തിരിച്ച് കൊല്ലാൻ ശ്രമിച്ചവരാണ് അവർ. പിന്നീട് ശ്രീ നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്നപ്പോഴാണ് ഈ ബില്ല് വീണ്ടും സജീവമാക്കി ലോക്സഭ പാസ്സാക്കി, രാജ്യസഭ പാസ്സാക്കി. 73-74 ഭരണഘടനാ ഭേദഗതി പാസ്സായത്. അന്ന് ശ്രീ K കരുണാകരനാണ് മുഖ്യമന്ത്രി. K കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കളായ CT അഹമ്മദ് അലി, PK ബാബയും മന്ത്രിമാരായിരുന്ന കാലത്ത് അന്ന് ഇതുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് രാജ് നഗരപാലിക സംബന്ധിച്ച ബില്ലുകൾ പാസ്സാക്കി. എൻ്റെ നിയമസഭാ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ചർച്ച
ചർച്ചയിൽ പങ്കെടുത്ത ബില്ല് ഈ പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലാണ് നിയമസഭയ്ക്കകത്തും പുറത്ത്. പിന്നീട് ഗ്രന്ഥശാല സംഘം സംബന്ധിച്ച നിയമനിർമ്മാണത്തിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. UDF ചെയർമാൻ KB രാജീവ് അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ മുഖ്യ പ്രഭാഷണം നടത്തി. KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഹാറൂൺ റഷീദ്, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉസ്മാൻ ഹാജി എടയാടി, സുനിൽ ലാലൂർ, മുൻ മണ്ഡലം പ്രസിഡന്റ് VK മോഹനൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV യദുകൃഷ്ണൻ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അന്തിക്കാട് ഡിവിഷൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് രഞ്ജു പോൾ, താന്യം ഡിവിഷൻ സ്ഥാനാർത്ഥി ഷൈജു സായിറാം, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അന്തിക്കാട് ഡിവിഷൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുരജ, മുറ്റിച്ചൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി റസിയ ഹബീബ്, വടക്കുമുറി ഡിവിഷൻ സ്ഥാനാർത്ഥി ഉഷ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വാടാനപ്പള്ളി 15ാം വാർഡ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. വാടാനപ്പള്ളി EMS റോഡിൽ 15ാം വാർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പരിസരത്ത് ചേർന്ന യോഗം CPIM ഏരിയ കമ്മിറ്റി അംഗവും വാടാനപ്പള്ളി ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുമായ KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. 15ാം വാർഡ് സെക്രട്ടറി പ്രൊഫസർ MV മധു അധ്യക്ഷത വഹിച്ചു. 15ാം വാർഡ് വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥി V മുരളീധരൻ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് തളിക്കുളം ഡിവിഷൻ സ്ഥാനാർത്ഥി PI സജിത, അസീബ അസീസ്, KD സതീഷ് എന്നിവർ സംസാരിച്ചു. മൂന്നാമതുള്ള ഭരണം ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 2 കാലങ്ങളായിട്ട് നടത്തിയ പ്രവർത്തനത്തിന്റെ മികവോടുകൂടി മൂന്നാമത്തെ ഒരു ഭരണം കൂടി ചരിത്ര വിജയമായിട്ട് നമ്മുടെ കേരളം മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഭരണത്തിന് കൂടുതൽ ശക്തി പകരുക എന്നുള്ളതാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം കൂടിയുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, കേരളത്തിനകത്ത് ഒട്ടനവധി വികസനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം മുന്നോട്ട് പോയിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെന്റ് കൃത്യമായിട്ട് പറയുന്ന അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഓരോന്നും നടപ്പാക്കിക്കൊണ്ടാണ് ഈ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമ്മുടെ മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃക കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. UDF പെരിഞ്ചനം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവും നടത്തി. ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സുധാകരൻ മണപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. ഇലക്ഷൻ കോർഡിനേറ്റർ നസീർ പുഴങ്കരിയിലത്ത്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ KM നിഷാദ്, വൈസ് ചെയർമാൻ VC രാധാകൃഷ്ണൻ, നേതാക്കളായ MK അബ്ദുൽ സലാം, CC ബാബുരാജ്, TM നാസർ, SA സിദ്ദിഖ്, മൻസൂർ അന്താർത്തറ, ഷീല വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു. നമ്മളെക്കാൾ പരമദയനീയതല്ല അവരുടെ കാര്യം. അവർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഈ ഗവൺമെന്റ് ഈ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകുക. കാര്യം പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണെങ്കിലും പഞ്ചായത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്, പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുണ്ട്, പഞ്ചായത്തിൻ്റെ നേട്ടങ്ങളുണ്ട്, പഞ്ചായത്തിൻ്റെ കോട്ടങ്ങളൊക്കെയുണ്ട്. 60 വർഷക്കാലത്തോളം ഈ പഞ്ചായത്ത് ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം ഈ പഞ്ചായത്തിലുണ്ടായ വികസനം എന്ത്? തൊട്ടടുത്ത് കയ്പമംഗലമുണ്ട്. അവിടെ നടന്നത്, ഞാൻ മറ്റുള്ള സ്ഥലങ്ങളിൽ വന്നു, അവിടെ നടന്നു, ഇവിടെ നടന്നു. ഇവിടെ എന്തുകൊണ്ടാണ് നടക്കാതിരുന്നത്? അവർക്ക് ഗവൺമെന്റ് ഉണ്ട്, പഞ്ചായത്തുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ ജനങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടമുട്ടം യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു. എടമുട്ടം ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന പൊതുയോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PN സുജിൻ അധ്യക്ഷനായി. ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ മുഖ്യപ്രഭാഷണം നടത്തി. നാട്ടിക മണ്ഡലം ചെയർമാൻ KK ഭാഗ്യനാഥൻ മുഖ്യാതിഥിയായി. യൂണിറ്റ് സെക്രട്ടറി KS ഷാജു, താജുദ്ദീൻ കാവുങ്ങൽ, ഷാജഹാൻ NK, രവീന്ദ്രൻ ഉള്ളാട്ടിൽ, ഷാജി ചാലിശ്ശേരി, അഭിലാഷ് വാഴപ്പുള്ളി, ബിജോയ് പാണാട്ട്, KA സന്തോഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും നടന്നു. ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ 45,000 വരുന്ന വ്യാപാരികൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ എടമുട്ടം യൂണിയന് എല്ലാവിധ ആശംസകളും
അനുമോദനവും ആദ്യമായി ഞാൻ നേരുകയാണ്. നമുക്കറിയാം, ഇന്ന് രണ്ട് പേരാണ് വേദിയിലുള്ളത്. ഒന്ന് ഇവിടുത്തെ യൂണിറ്റ് പ്രസിഡന്റ്, പിന്നെ താലിലി. ഇവർക്ക് രണ്ടുപേർക്കും എല്ലാവിധ വിജയാശംസകളും ഞാൻ നേരുകയാണ്. ഏത് പാർട്ടിയെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. എന്താ കാരണം? അവർ രണ്ടുപേരും വ്യാപാരി നേതാക്കന്മാരാണ്. ഇന്ന് പഞ്ചായത്തിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രിയങ്കരനായ പ്രസിഡന്റ് പറഞ്ഞില്ലേ, നമ്മുടെ ആരെങ്കിലും ഒരാൾ വേണ്ടേ? ഏത് രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ, നമ്മുടെ വ്യാപാരികൾക്ക് വേണ്ടി ഒരു ശബ്ദമുയർത്താൻ, വ്യാപാരികൾക്ക് വേണ്ടി ഒരാവശ്യം വരുമ്പോൾ കൈ ഉയർത്താൻ കഴിവുള്ള ഈ രണ്ട് നേതാക്കന്മാരാണ് ഇന്ന് നമ്മുടെ മുന്നിലിരിക്കുന്നത്. UDF മതിലകം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. മതിലകം സെന്ററിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ഷിബു വർഗീസ് അധ്യക്ഷത വഹിച്ചു. TN പ്രതാപൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് എന്നിവർ മുഖ്യാതിഥികളായി. UDF നേതാക്കളായ CS രവീന്ദ്രൻ, സുനിൽ P മേനോൻ, TS ശശി, ഹാഷിം തങ്ങൾ, മൻസൂർ അന്താർത്തറ എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ സലീം പുറക്കുളം, വിനീഷ് കുമാർ, ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളായ വിഷ്ണു, KK സഗീർ, ഷീല വിശ്വംഭരൻ എന്നിവർ സംബന്ധിച്ചു. നമ്മൾ ജീവിക്കുന്ന രാഷ്ട്രീയ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയ പ്രത്യേകതകൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കപ്പെടുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അതും നമുക്ക് അനുകൂലമാണ്. ഈ തെരഞ്ഞെടുപ്പിന് മറ്റൊരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ വിജയ ആഹ്ലാദ ലഹരികൾ അവസാനിക്കുന്നതിന് മുമ്പ് 6 മാസത്തിനുള്ളിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നാട്ടിക പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്നവരെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. KV സുകുമാരൻ, കമലം ശ്രീകുമാർ, സഗീർ പടുവിങ്ങൽ എന്നിവരെയാണ് പുറത്താക്കിയത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ നിർദ്ദേശാനുസരണം ഇവരെ 6 വർഷത്തേക്ക് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അറിയിച്ചു. ഇടവേള. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും
ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, ത്രിപ്രയ. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. അന്തിക്കാട് ശ്രീ തട്ടാടി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വൃശ്ചിക മാസത്തെ കുമാരഷഷ്ഠി സമുചിതമായി ആചരിച്ചു. വിശേഷാൽ പൂജകൾ, വിശേഷാൽ അഭിഷേകങ്ങൾ, അമ്മമാരുടെ ഭജന എന്നിവയും ഉണ്ടായിരുന്നു. മോഹനൻ ശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് അന്നദാനം നടന്നു. ക്ഷേത്ര ഭാരവാഹികളായ പ്രസിഡന്റ് ചന്ദ്രബോസ് മേനോത്തുപറമ്പിൽ, സെക്രട്ടറി ശശി പാലോളി, വൈസ് പ്രസിഡന്റ് പ്രീതിമോൻ വാലത്ത്, ഭുവനൻ തണ്ടാശ്ശേരി, അനിൽ മാക്കോത്ത്, സതീശൻ മാക്കോത്ത്, മണികണ്ഠൻ കരുവത്ത്, സുമേഷ് കാരാമാക്കൽ, ബാലൻ വള്ളുക്കാട്ടിൽ, മാതൃസംഘം പ്രസിഡന്റ് വസന്ത ഭുവനൻ, മറ്റു മാതൃസംഘം ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ഷഷ്ഠി ദിനമായ ഡിസംബർ 26 പുതുതായി നിർമ്മിച്ച നടപ്പന്തലിന്റെ സമർപ്പണം ഉണ്ടായിരിക്കുന്നതാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സംവിധാനങ്ങളും അത്യാധുനിക ട്രെയിനിംഗ് രീതികളും ഒരുമിച്ച് സംയോജിപ്പിച്ചുകൊണ്ട് പൾസ് 360 പ്രീമിയം ഫിറ്റ്നസ് സെന്റർ പെരുങ്ങോട്ടുകരയിൽ വ്യാഴാഴ്ച വൈകിട്ട് പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവീന ഫിറ്റ്നസ്, ഇമ്പോർട്ടഡ് ഫിറ്റ്നസ് ഉപകരണങ്ങൾ, സർട്ടിഫൈഡ് ട്രെയിനർമാർ, വിവിധ പരിശീലന മൊഡ്യൂളുകൾ, വ്യക്തിഗത പരിശീലന പാക്കേജുകൾ എന്നിവ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് പൾസ് 360 പ്രവർത്തനം ആരംഭിക്കുന്നത്. നവംബർ 27 വ്യാഴാഴ്ച വൈകുന്നേരം 4:30 താന്യം AH ടവറിൽ നടക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ഫിറ്റ്നസ് രംഗത്തെ പ്രമുഖനായ മിസ്റ്റർ സൗത്ത് ഏഷ്യ VM ബഷീർ നിർവഹിക്കും. മുൻ മിസ്റ്റർ ഇന്ത്യ KC പ്രസാദ് ചടങ്ങിന്റെ അധ്യക്ഷനാവും. മിസ്റ്റർ സൗത്ത് ഇന്ത്യയും ബിഗ് ബോസ് സീസൺ 6 വിജയിയുമായ ജിൻഡോ PD വിശിഷ്ടാതിഥിയായിരിക്കും. പെരുങ്ങോട്ടുകര ശ്രീ വിഷ്ണുമായ ക്ഷേത്രം കാനാടിക്കാവ് മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ KK വിഷ്ണുഭാരതി സ്വാമി മുഖ്യ അതിഥിയായി പങ്കെടുക്കും. മിസ്റ്റർ യൂണിവേഴ്സ് മുസദിഖ് മൂസ, മിസ്റ്റർ ഇന്ത്യ ഡോക്ടർ രേഷ്മ, സ്ഥാപനത്തിൻ്റെ ഫൗണ്ടർമാരായ മിസ്റ്റർ ഇന്ത്യ റഫീഖ് റോഷ്, ജിതിൻ ശേഖർ എന്നിവർ സംസാരിക്കും. കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുക്കും. കായിക മേഖലയിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ അനുമോദിക്കും. കൂടാതെ മുഖ്യാതിഥി മുസാദ് മൂസായുടെ ബോഡി ഷോയും ഉണ്ടായിരിക്കും. കോ-ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ റഫീഖ് റോഷ്, കോ-ഫൗണ്ടർ ആൻഡ് മാനേജർ ജിതിൻ ശേഖർ, ഫിറ്റ്നസ് ട്രെയിനർമാരായ ഹിബ ധനുഷ്, മുഹമ്മദ് ഷക്കീർ, ഹാദി അമൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പൂനെയിൽ നടന്ന വാക്കോ ഇന്ത്യൻ നാഷണൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് ചരിത്ര നേട്ടം. വിവിധ സംസ്ഥാനങ്ങൾ മാറ്റുരച്ച മത്സരത്തിൽ കേരള കിക്ക് ബോക്സിംഗ് അസോസിയേഷൻ 2ാം സ്ഥാനം നേടി. സൗത്ത് ഇന്ത്യൻ കിക്ക് ബോക്സിംഗ് പ്രസിഡന്റും ഇന്റർനാഷണൽ റഫറിയുമായ ഡോക്ടർ യൂനിസ് കരുവാരക്കുണ്ടാണ് കേരള ടീമിനെ നയിച്ചത്. വാടാനപ്പള്ളി ഫുഡോഷിൻ കരാത്തെ അസോസിയേഷനിൽ നിന്നും 6 കുട്ടികളാണ് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് വിജയം കൈവരിച്ചത്. ഷഹബാസ് അഹമ്മദ്, മുഹമ്മദ് ഫാസി, സൂര്യലക്ഷ്മി, ആത്മിക, ആൻജേക്കബ് ജോബി എന്നിവരാണ് മെഡൽ ജേതാക്കൾ.
ഫുഡോഷിൻ കരാത്തെ അസോസിയേഷൻ പ്രസിഡന്റും ചീഫ് എക്സാമിനറും വാക്കോ തൃശൂർ ഡിസ്ട്രിക്ട് കിക്ക് ബോക്സിംഗ് അസോസിയേഷൻ സെക്രട്ടറി കൂടിയായ അനു വടക്കനാണ് മുഖ്യ പരിശീലകൻ. AK ജവഹർ, PB അക്ഷയ് എന്നിവർ സഹപരിശീലകരായിരുന്നു. മഹാരാഷ്ട്രയിലെ പൂനെയിൽ വെച്ച് നടന്ന വാക്കോ ഇന്ത്യ നാഷണൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി മത്സരിച്ച് മെഡൽ കരസ്ഥമാക്കിയ നമ്മുടെ ഫുഡോഷിൻ കരാട്ടെ അസോസിയേഷനിലെ വിദ്യാർത്ഥികൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം. മണലൂർ മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും സ്ഥാനാർത്ഥി സംഗമവും സംഘടിപ്പിച്ചു. മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. രാജീവ് ഗാന്ധി വിഭാവനം ചെയ്ത അതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മണലൂർ പഞ്ചായത്തിൽ, അന്തിക്കാട് ബ്ലോക്കിൽ, തൃശൂർ ജില്ലാ പഞ്ചായത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയം സുനിശ്ചിതമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നിശ്ചയദാർഢ്യത്തോടുകൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സഹോദരന്മാരെയും സഹപ്രവർത്തകരെയും ഞാൻ ഹാർദമായി അഭിവാദ്യം ചെയ്യും. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി VG അശോകൻ, KPCC അംഗം CI സെബാസ്റ്റ്യൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി സൈജു സായിറാം, കോൺഗ്രസ് നേതാക്കളായ KK പ്രകാശൻ, റോബിൻ വടക്കേത്തല, PT ജോൺസൺ, ടോണി അത്താണിക്കൽ, വേണു കൊച്ചത്ത്, ടോളി വിനീഷ്, പുഷ്പ വിശ്വംഭരൻ, ബീന സേവിയർ, പ്രേമൻ കാണാട്ട് എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി 10ാം വാർഡ് UDF കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. 10ാം വാർഡ് പ്രസിഡന്റ് സുനിൽ വാലത്ത് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി CN സൂരജ്, ബ്ലോക്ക് പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ, DCC സെക്രട്ടറി വാടാനപ്പള്ളി ബ്ലോക്ക് ജനറൽ സ്ഥാനാർത്ഥിയുമായ CM നൌഷാദ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സിജിത്ത്, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ജിറ്റോ ജോസ്, ശിവരാമൻ, ബ്ലോക്ക് സ്ഥാനാർത്ഥി സുന സന്തോഷ്, RSP നേതാവായ സേവിയർ, ഷൗക്കത്ത് അലി, സക്കീന, റഷീദ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അഹമ്മദ് ഉണ്ണി, ഉമ്മർ, KSU മണ്ഡലം പ്രസിഡന്റ് അഭിനവ്, സുനിൽ മാസ്റ്റർ, 10ാം വാർഡ് സ്ഥാനാർത്ഥി രവി ഹരിചന്ദ്രൻ, റഫീഖ് നടുവിൽക്കര എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം കാളമുറിയിൽ കാറിന്റെ ബോണറ്റിൽ കയറിക്കൂടിയ മൂർഖൻ പാമ്പിനെ പിടികൂടി. കാളമുറി പടിഞ്ഞാറ് അകമ്പാടം കുഴിക്കണ്ടത്തിൽ അബ്ദുൽ കരീമിന്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിനുള്ളിലാണ് പാമ്പ് കയറിയത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2ഓടെയാണ് സംഭവമുണ്ടായത്. ചാലക്കുടി ഫോറസ്റ്റ് RRT അംഗം കൂളിമുട്ടം സ്വദേശി അൻസാരി എത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ വനപാലകർക്ക് കൈമാറും. ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് കണ്ടച്ചങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഭരണഘടനാ ക്വിസ് സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലയിലെ 13 സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ ക്വിസിൽ പങ്കെടുത്തു. പെരുങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ PV രാജു ക്വിസ് മാസ്റ്ററായി. പെരുങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദേവി ചന്ദന 1ാം സ്ഥാനം കരസ്ഥമാക്കി. തൃശൂർ സെക്രട്ടേറിയറ്റ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ ഫോൺസ P അനോജ് 2ാം സ്ഥാനവും അതേ സ്കൂളിലെ വിസ്മയ 3ാം സ്ഥാനവും നേടി. വിജയികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും അന്തിക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ സജീവ് വിതരണം ചെയ്തു. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ അബിത A, NSS പ്രോഗ്രാം ഓഫീസർ രാജശ്രീ R എന്നിവർ സംസാരിച്ചു. ഈ ഭരണഘടനയെ പാർലമെന്റ് അംഗീകരിച്ച് അതിന് അനുവാദം കൊടുത്ത ദിവസമാണ് ജനുവരി 26. അതിനുശേഷമാണ് നമുക്ക് നവംബർ 26. ജനുവരി 26 നമ്മൾ ഭരണഘടന നമ്മൾ അംഗീകരിച്ച് നമ്മളൊരു റിപ്പബ്ലിക്കായി മാറുന്നത്. അവിടെ നിന്ന് നമ്മുടെ രാജ്യം ഒരുപാട് സഞ്ചരിച്ചു. നമുക്കറിയാം, ബ്രിട്ടീഷുകാരാൽ ഭരിക്കപ്പെട്ട് കൊള്ളയടിക്കപ്പെട്ട് നമ്മുടെ രാജ്യത്തെ എല്ലാ സമ്പത്തുകളും രാജ്യത്ത് നിന്ന് കൊള്ളയടിച്ച് അവരുടെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി. വാണിജ്യം. കാരബുക്ക് ചാത്തൻകുളങ്ങര ഭഗവതി ക്ഷേത്ര നടയിലെ കണ്ണരാത്ത് കെട്ടിടത്തിൽ ശ്രീ ശരവണഭവ പൂജ സ്റ്റോഴ്സ് ആൻഡ് മിനി സൂപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു.
ബേക്കറി, കോഫി ഷോപ്പ്, സ്നാക്സ് എന്നിവയും ഇതോടൊപ്പമുണ്ട്. ബുധനാഴ്ച രാവിലെ പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, തൃപ്പയാർ ക്ഷേത്രം മേൽശാന്തി കാവനാട് രവിതമ്പൂതിരി, വാദ്യശ്രേഷ്ഠ പഴുവിൽ രഘുമാരാർ ഇവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അമ്മേ ശരണം. ചാത്തകുളങ്ങര ഭഗവതിയുടെ സന്നിധിയിൽ ശരവണഭവ എന്ന് പറഞ്ഞ് നാമധേയത്തോടെ ആരംഭിച്ചിരിക്കുന്ന ഈ പൂജാ സമ്മാനങ്ങളുടെ ഒരു സമഗ്രമായ ശേഖരം, അതോടൊപ്പം അത്യാവശ്യം വേണ്ട മറ്റ് വിഭവങ്ങളോടെ പൊന്നും ഷാജിയും സംയുക്തമായിട്ട് ആരംഭിച്ചിരിക്കുന്ന ഈ സംരംഭത്തിന് എല്ലാ വിജയവും ആശംസിക്കുന്നു. ഭഗവതിയുടെയും ഭഗവാന്റെയും സാക്ഷാൽ തൃപ്പയാർ ദേവരുടെ എല്ലാമായ തിരുമേനി പ്രകാശം തിരിഞ്ഞ് ആരംഭിച്ച ഈ കടയ്ക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരവണഭവ എന്ന ഈ പൂജാസമഗ്രമായിട്ടുള്ള ഈ ഒരു സംരംഭത്തിൽ തൃപ്പയാർ ഒരു അനുഗ്രഹം കൊണ്ട് അഭിവൃദ്ധിയിലേക്ക് വരട്ടെ, എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരവണഭവ എന്ന ഈ സ്ഥാപനത്തിന് ഉത്തരോത്തരം ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. പൂജാ സാധനങ്ങൾ അതിൻ്റെ വൃത്തിയോടും പരിശുദ്ധിയോടും കൂടി ഇവിടെ നിന്നും ലഭിക്കുന്നതാണ്. എല്ലാവിധ സാധനങ്ങളും ആവശ്യാനുസരണം ക്ഷേത്രങ്ങളിലും വീടുകളിലും എത്തിച്ചു നൽകുമെന്ന് ശ്രീ ശരവണഭവ പൂജാ സ്റ്റോഴ്സ് ഉടമകളായ CM വിപിനകുമാർ, ഷാജി കുറുപ്പത്ത് എന്നിവർ പറഞ്ഞു. ചാത്തകുളങ്ങര ക്ഷേത്ര നടയിൽ ആരംഭിച്ച ശരവണഭവ പൂജാ സ്റ്റോഴ്സും അതുപോലെ മിനി സൂപ്പർ മാർക്കറ്റ്, ടീ ഷോപ്പ്, ലൈവ് സ്നാക്സ് എന്നിങ്ങനെയുള്ള ഒരു കടയാണ് ഞങ്ങളിന്ന് ആരംഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും മാർജിനേക്കാളും നല്ല രീതിയിൽ കുറച്ച് ചെറിയ മാർജിൻ എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ സംരംഭം ആരംഭിച്ചിട്ടുള്ളത്. ഇത് കൃത്യമായി ആവശ്യക്കാർക്ക് വീടുകളിൽ എത്തിച്ചു നൽകുന്ന, അതുപോലെ അമ്പലങ്ങളിലേക്കായാലും പൂജാ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഞങ്ങൾ ഇന്ന് ഈ സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത്. ഇവരുടെ സഹോദര സ്ഥാപനമായ പ്രണവും ടൂർസ് ആൻഡ് ട്രാവൽസിൽ വിവിധ ടൂർ പാക്കേജുകൾ നൽകി വരുന്നുണ്ട്. കൂടാതെ വിവാഹ യാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും ഇവരെ സമീപിക്കാവുന്നതാണ്. ഫോൺ 9846141454, മറ്റൊരു നമ്പർ 9747806388, മറ്റൊരു നമ്പർ കൂടി 7561057108. വാടാനപ്പള്ളി നടുവിൽക്കര ബണ്ട് റോഡിന് സമീപം താമസിക്കുന്ന അന്തിക്കാട്ട് വീട്ടിൽ ദാമോദരൻ നിര്യാതനായി. 79 വയസ്സായിരുന്നു. CPM നടുവിൽക്കര മുൻ ബ്രാഞ്ച് അംഗമായിരുന്നു. PKS വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗം, KSKTU പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഭാര്യ പരേതയായ ദേവകി. പരേതന്റെ നേത്രപടലങ്ങൾ വാടാനപ്പള്ളി സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ സംഘടനയുടെ നേതൃത്വത്തിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ നേത്ര ബാങ്കിലേക്ക് ദാനം ചെയ്തു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10:30 വീട്ടുവളപ്പിൽ നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. UDF നാട്ടിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നടത്തിയ പൊതുയോഗം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. പൂനെയിൽ നടന്ന വാക്കോ ഇന്ത്യ നാഷണൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് ചരിത്ര നേട്ടം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ചൂടിൽ നാട്. എല്ലായിടത്തും പ്രചരണം ശക്തമായി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.